ഇവിടെ ചൈതന്യം നിറഞ്ഞ സ്ഥലമാണ്. നമ്മളിപ്പോൾ ഈ സമാധി തന്നെ വളരെ ഗംഭീരമാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന പ്രദേശം നമ്മൾ വിചാരിക്കും ഈ കാട്ടിലാണോ കൊണ്ടുവച്ചതെന്ന്. സന്യാസിമാർക്ക് ഉചിതം കാടാണ്. കാരണം എപ്പോഴും നമ്മൾ ചിന്ത മാറി കൊണ്ടേയിരിക്കും. ഇതിൻ്റെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമികളുടെ സമാധി വലിയ ചർച്ചാ വിഷയമായി കത്തി നിന്നു. അവസാനം അതിൽ വലിയ പ്രശ്നങ്ങളില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ മരണം വലിയ ബുദ്ധിമുട്ടുള്ള മരണമൊന്നും അല്ല എന്നുള്ളതാണ് വാർത്തകൾ വന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ. പക്ഷെ അതിനുശേഷം ആ സമാധി അതൊരു ചെറിയ സമാധി ആയിരുന്നെങ്കിൽ പിന്നീട് വലിയ സമാധിയായി. ഗോപൻ സ്വാമിയുടെ വലിയ സമാധി വരുന്നു, സന്യാസിമാർ വരുന്നു, വിഷ്ണുപുരം ചന്ദ്രശേഖരനും VSDPയും ഹിന്ദു ഐക്യവേദിയും ഒക്കെ ഇടപെടുന്നു. അപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇത് ഒരു വലിയ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമികൾ ഒരു വലിയ ബിംബമായി, വലിയ ദൈവമായി മാറാൻ പോവുകയാണോ? അങ്ങനെ അല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പാർത്ത. ആൾദൈവങ്ങൾ കൂടിക്കൂടി വരുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ നല്ല ആൾദൈവങ്ങളുമുണ്ട്, പണത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾദൈവങ്ങളുമുണ്ട്, മറ്റു പല ഉദ്ദേശങ്ങളോടുകൂടി ജീവിക്കുന്ന ആൾദൈവങ്ങളുമുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി ഏത് ഇനത്തിൽ പെടുമെന്നുള്ളത് എനിക്കറിയില്ല. അത് വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഗോപൻ സ്വാമി ആൾദൈവമാകുമോ എന്നുള്ളത് കണ്ട് തന്നെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ തുടക്കത്തിൽ ഒരച്ഛൻ 78 വയസ്സായ നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറയുന്ന ഒരാൾ മരിക്കുന്നു. നെയ്യാറ്റിൻകര ജില്ലയിലെ ആറാലുമൂട് എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന 78 വയസ്സായ നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറയുന്ന ഒരാൾ മരിക്കുന്നു. മരിക്കുന്നതിന് മുൻപ് ഇദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ചിരുന്നു. അവിടുത്തെ പൂജാരിയായിരുന്നു. ഈ പൂജാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിശ്വാസമുള്ള ഒരാളായിരുന്നു. ഒരു കുടുംബമായിരുന്നു ഗോപൻ്റെത് എന്നാണ് നമ്മൾക്കറിയാൻ സാധിച്ചത്. ഒരു ദിവസം അദ്ദേഹത്തെ കാണാനില്ല. തൊട്ടടുത്ത അയൽക്കാരൻ ഒരു പരാതി കൊടുക്കുന്നു, മാൻ മിസ്സിംഗ് പരാതി കൊടുക്കുന്നു. അതിൽ പോലീസ് അന്വേഷണം നടത്തുന്നു. അന്വേഷണം നടന്നപ്പോൾ 2-3 പോസ്റ്ററുകൾ പോലീസിന് കണ്ടെത്താൻ സാധിക്കുന്നു. ആ പോസ്റ്ററുകളിൽ ഞങ്ങളുടെ അച്ഛൻ സമാധിയായി എന്നുള്ളതാണ് എഴുതി വച്ചേക്കുന്നത്. പിന്നീട് അതിൽ വലിയ അന്വേഷണമൊക്കെ നടന്നു. അച്ഛൻ പ്രഷറിൻ്റെയും BP-യുടെയും ഗുളിക കഴിച്ച് സമാധിയായി. ഞങ്ങൾ ആദ്യം പറഞ്ഞു ഞങ്ങൾ ശിവമയത്തിലേക്ക് അച്ഛൻ്റെ ആത്മാവ് പോകുന്നത് കണ്ടു. പിന്നീട് അച്ഛൻ നടന്നു വന്നാണ് ഇരുന്നതെന്ന് പറയുന്നു. പിന്നീട് അത് കണ്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ അതിൽ തന്നെ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. അപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പറഞ്ഞു ഇത് പോസ്റ്റ്മോർട്ടം നടത്തണം, ഇതിൻ്റെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണം, നാളെ ഇതാരും ആവർത്തിക്കാൻ പാടില്ല. ശരിയാണ്, അതെല്ലാവരും പറഞ്ഞപ്പോൾ കൃത്യമാണ്. അത് നാളെ ഇതുപോലെ ആരെങ്കിലും അടിച്ചു കൊന്നിട്ട് സമാധിയായി എന്ന് പറഞ്ഞാൽ അത് ഈ പോലീസിനും ഭരണകൂടത്തിനുമൊക്കെ വലിയ വീഴ്ചയായി കണക്കാക്കുമെന്നുള്ളത് കൊണ്ട് നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മൃതദേഹം സമാധി ആക്കിയ കല്ലറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് പുറത്തെടുക്കുന്നു. മൃതദേഹത്തിൻ്റെ ചില ഭാഗങ്ങൾ ജീർണിച്ചിരുന്നു എന്ന് പറയുന്നു. പൂജാദ്രവ്യങ്ങൾ കർപ്പൂരവും ഭസ്മവും കൊണ്ട് മൃതദേഹം മൂടിയിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇതൊന്നും നമ്മൾ കാണാത്തത് കൊണ്ടാണ് പറയപ്പെടുന്നു എന്ന് പറയുന്നത്. പോലീസ് മാത്രമേ കണ്ടുള്ളൂ. വെളുപ്പിന് 4 മണിക്ക് തുടങ്ങിയത് മാധ്യമങ്ങളുടെ കണ്ണ് വെട്ടിച്ച് മൃതദേഹം പുറത്തെടുക്കുന്നു. 7:30 മുൻപേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയതിനു ശേഷം സ്വാഭാവിക മരണമാണെന്ന് പറയുന്നു. ഇത്രയുമാണ് നമ്മൾ മാധ്യമങ്ങൾ കണ്ട കാഴ്ചകൾ. അവിടെ നിന്ന് തുടങ്ങുന്നു നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആറാട്ട്. ഈ തിരുവനന്തപുരത്ത് മറ്റ് സ്ഥലങ്ങളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരത്തെ ചില ഭാഗങ്ങളിൽ നാടാർ ഹിന്ദു എന്ന് പറയുന്ന ഒരു സമുദായമുണ്ട്. ക്രിസ്ത്യാനികളിൽ നിന്ന് കൺവേർട്ടായി ഹിന്ദു മതത്തിലേക്ക് വന്നവരാണ് നാടാർ ഹിന്ദു എന്ന് പറയുന്നത്. അവർ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ഹിന്ദു മതത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അത് ശക്തമായി അതിനെ നോക്കുകയും അതിനെ അത്രയും ആചാരങ്ങളെ കൃത്യമായി പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് ഈ നാടാർ ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. ഈ തിരുവനന്തപുരത്ത് തന്നെ നെയ്യാറ്റിൻകരയോട് ചേർന്നുള്ള കാഞ്ഞിരംകുളം എന്ന് പറയുന്ന ഒരു സ്ഥലം, അതിനിപ്പുറം തിരുപുറം, പഴയകട, ഈ സ്ഥലങ്ങളിലൊക്കെ ഈ നാടാർ ഹിന്ദുക്കൾ കുറച്ച് കൂടുതലാണ്. ഇവരുടെ ലാംഗ്വേജുകളിന് അവിടുത്തെ ഈ തിരുവനന്തപുരത്തുള്ളവരുടെക്കാൾ കുറച്ചുകൂടി തമിഴ് ചൊവ്വയല്ല, കുറച്ചുകൂടി ഈ സുരാജ് വെഞ്ഞാറുമൂട് പറയുന്ന തരത്തിലേക്കുള്ള ഒരു ലാംഗ്വേജ് അവർ മിക്കവാറും അവരെ നമുക്ക് അവരുടെ ഒരു രീതിയും പ്രകൃതവും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. അവരിൽ ആൾദൈവങ്ങൾ കുറവാണ്. മാത്രമല്ല ഈ നാടാർ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗവും കുറച്ച് കുറവാണ്.
അവരെ ആളുകൾ അറിയുന്നതും ഒക്കെ കുറവാണ്. ഇനി തിരുവനന്തപുരം വിട്ട് മറ്റ് ജില്ലകളിലുണ്ടോ എന്ന് എനിക്കറിയില്ല, കാണുമായിരിക്കും, എല്ലാ ജില്ലകളിലും ഇത്തരം ആളുകൾ ഉണ്ടാവുമായിരിക്കും. എനിക്ക് തോന്നുന്നു മുൻ MLA ആയിട്ടുള്ള വിവാദ നായകനായിട്ടുള്ള സെൽവരാജ് നാടാർ ഹിന്ദു ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ ഒരു വിഭാഗമുണ്ട്, അവർ ഭയങ്കര ശക്തി കേന്ദ്രങ്ങളാണ്, അവരുടെ ആളുകൾ ഭയങ്കര ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര യോജിപ്പായി മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ അവിടേക്കാണ് ഈ ഗോപൻ സ്വാമി കടന്നു വരുന്നത്. ഗോപൻ സ്വാമി ഈ നാടാർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ആണ്. അപ്പോൾ ഈ നാടാർ ഹിന്ദു വിഭാഗങ്ങൾക്കൊരു ആൾ ദൈവമില്ല. ഇപ്പോൾ മതേതര പുരോഗമന ആശയമൊക്കെ പറഞ്ഞു നിന്നവർ ഇപ്പോൾ നെറ്റി ചുളിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ സമാധി, വലിയ പിന്നെ സന്യാസിമാർ വരുന്നു, പിന്നെ പൂജകൾ നടത്തുന്നു, ഋഷിപീഠം എന്ന് ആ മഹാസമാധിക്ക് പേരിടുന്നു. നാളെ അതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറും. നമ്മളൊക്കെ കാണുന്നത് പോലെ ഇപ്പോഴത്തെ ആൾദൈവങ്ങളെ കാണാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഒക്കെ എത്രയോ ആളുകൾ, എത്രയോ സെലിബ്രിറ്റികൾ, എത്രയോ ആശ്രമങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതുപോലെ നാളെയും ഗോപൻ സ്വാമിക്ക് ഇന്ത്യ മുഴുവൻ ഒരു ആശ്രമം ഉണ്ടായിക്കൂടാ എന്നില്ല. ഗോപൻ സ്വാമിയുടെ സമാധി വലിയ സംഭവമായി കണ്ടുകൊണ്ട് ആളുകൾ ഇരിക്കാനിടയില്ല. ഇവിടെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ, അതായത് വൈകുണ്ഠസ്വാമി ധർമ്മ പരിപാലന സംഘം, ഇവരുടെ ഒരു സംഘടനയാണ് ഇതിന് പൂർണ്ണമായ നേതൃത്വം നൽകിയതും പിന്തുണ നൽകിയത്. കാരണം VSDP ഇവർക്ക് ഒരു ആൾ ദൈവത്തിൻ്റെ ആവശ്യകതയുണ്ട്. ഇവർക്കാണ് ആൾ ദൈവം ഇല്ലാത്തത്. നമുക്കിപ്പോൾ മറ്റു സമുദായങ്ങളിലൊക്കെ എടുത്താൽ ആൾ ദൈവങ്ങളൊക്കെ ഉണ്ട്, ഇവർക്ക് ആൾ ദൈവമില്ല. അപ്പോൾ ഇവർക്ക് ഈ നാടാർ ഹിന്ദു സമുദായത്തിന് കിട്ടിയ ഒരു ആൾ ദൈവമാണ് ഗോപൻ സ്വാമി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിൻ്റെ രാഷ്ട്രീയത്തിൽ ഇനി മരണത്തിൽ ദുരൂഹതയുണ്ടോ, ഇവർ എന്തുദ്ദേശിച്ചിട്ടാണ് ഇത് നടത്തിയത് എന്നൊക്കെ ഉള്ളത് ഇനി ഭരണകൂടവും പോലീസും അന്വേഷിക്കേണ്ടതാണ്. കാരണം ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ വരുമ്പോൾ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളത് തിരിച്ചറിയണം. എന്തായാലും പ്രയാഗ് രാജിൽ ഒരു സന്യാസി ഇന്നലെ എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ ചിത്രങ്ങളും വാർത്തകളും ഒക്കെ ഇന്നലെ ട്രോളുകളായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ലാവ എന്ന് പറയുന്ന ഒരു മാല തന്നെ ലക്ഷങ്ങൾ വിലയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ സന്യാസി ഈ സമാധി ഇരിക്കുന്ന സ്ഥലം വളരെ എന്താ പറയുക, വളരെ ഏറ്റവും ഗംഭീരമായുള്ളൊരു സ്ഥലത്താണ് ഇതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ രീതിയിൽ അത് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ വായിച്ചാൽ പൂർവാശ്രമത്തിലെ പേര് പറയുന്നില്ല. ഞാൻ ആ പേര് പഠിക്കാൻ കുറേ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. സൂര്യവംശി എന്നാണ് ലാസ്റ്റ് 108 എന്തോ ഉണ്ട്, 108 1008 മഹാമണ്ഡലേശ്വരം തുടങ്ങുന്ന ഒരു പേരാണ്. അവസാനം എനിക്കത് വായിൽ വരൂല, അതുകൊണ്ട് ഞാൻ ആ പേര് പറഞ്ഞ് വെറുതെ ട്രോൾ വാങ്ങാൻ നിൽക്കുന്നില്ല. എന്തായാലും അതാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പം അദ്ദേഹം വന്നു. പിന്നീട് സന്യാസിമാർ ഒരുപാട് പേർ വന്നു. സമാധിയിൽ വീണ്ടും ഗോപൻ സ്വാമിയെ ഇരുത്തിക്കൊണ്ട് സ്ലാബിട്ടു. അവിടെ പൂജാകർമ്മങ്ങൾ ചെയ്തു. അവിടെ സന്യാസിമാരുടെ ഒരു നീണ്ട നിരയുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ പോലീസ് ഈ ഗോപൻ സ്വാമിയുടെ വളർച്ചയ്ക്ക് ഒരു വലിയ പങ്ക് വഹിച്ചതിൽ പോലീസിന് നമ്മൾ ഒരു വലിയ സമ്മാനം കൊടുക്കണം. കാരണം ഇത് വാർത്തയാക്കി ഇത്രയും ജനങ്ങളിൽ ഇന്ത്യ മുഴുവൻ അറിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഈ സമാധി കാണാൻ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പോലീസ് മര്യാദയ്ക്കൊരു നോട്ടീസ് നൽകിയിട്ട് ഇതിങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞത് തീർക്കാനുള്ളതിന് ഇത് പൊളിക്കാനായി വരുന്നു. അമ്മയും മക്കളും അവിടെ അതിഭയങ്കരമായ നാടകീയ സംഭവങ്ങൾ നടത്തുന്നു. നമ്മളൊന്നും കാണാത്ത രീതിയിൽ കല്ലറ പൊളിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. 2 ദിവസം കൊണ്ട് മക്കൾ മൗനവ്രതത്തിലാകുന്നു. പിന്നീട് കല്ലറ പൊളിക്കുന്നു. അപ്പോഴും മക്കൾ മിണ്ടുന്നില്ല. ഡോക്ടർമാർ തൊട്ടാൽ അശുദ്ധമാകുമെന്ന് പറഞ്ഞ കല്ലറ ഡോക്ടർമാർ തൊട്ടിട്ടും അശുദ്ധമായില്ല എന്ന് നമ്മുടെ കൺമുന്നിലൂടെ തന്നെ തെളിയുന്നു. വീണ്ടും സമാധി അടയ്ക്കുന്നു. വലിയ വലിയ സന്യാസിമാർ വരുന്നു, പൂജാതി കർമ്മങ്ങൾ നടത്തുന്നു. ഇത് വല്ലാത്തൊരു ദിശയിലേക്ക് തിരിഞ്ഞ് മാറി നീങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നാട്ടുകാരാണ് അന്തം വിട്ട് നിൽക്കുന്നത്. പോലീസിൻ്റെ ഓപ്പറേഷൻ ഓൾറെഡി പാളി. കാരണം പോലീസ് ഗോപൻ എന്ന് പറയുന്ന ആളെ ഗോപൻ സ്വാമിയാക്കി കേരള പോലീസ്. ഓൾറെഡി അവിടെ പണി പാളി. ഇപ്പോൾ നാട്ടുകാർ ഇങ്ങനെ വായി കൈയും വെച്ച് ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നാട്ടുകാർക്ക്. കാരണം അന്തം വിട്ട് ഇരിക്കുകയാണ് നാട്ടുകാർ എന്നുള്ളതാണ്. സത്യത്തിൽ നാട്ടുകാരൊപ്പം നമ്മളും അന്തം വിട്ടു. കാരണം വാർത്ത കൊടുത്തിപ്പോൾ നാളെ ഗോപൻ സ്വാമിയെ പോയി തൊഴേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്ന് നമുക്കും. അല്ല, ഞാൻ അതിനിടയ്ക്ക് കണ്ടതേ ഈ പോലീസുകാർ വരുന്നത് തടഞ്ഞ് വളരെ ബഹളമുണ്ടാക്കിയ അമ്മയും മകനും നമ്മൾ കണ്ടതാണ്. നമശിവായൊക്കെ വിളിച്ചിട്ട്
അപ്പോൾ അവരെ ട്രോളുന്നതൊക്കെ കണ്ടു. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇല്ല. അവരുടെ ഞാൻ ആ troll എന്ന് പറഞ്ഞത് അമ്മയും മക്കളെ അല്ല അങ്ങനെയല്ല കേട്ടോ. ഞാൻ പുറകെയുള്ള ഇന്നും ഈ പറയുന്ന അവർ നമശിവായ വിളിക്കുന്നതിനെ എന്താണ് മഹാമോശം രീതിയിൽ ചിത്രീകരിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. റീൽസ് ഒക്കെ ഇറക്കുന്നത് അതൊന്നും ശരിയായ നിലപാടല്ല. അവർക്ക് നമശിവായ ഒരുപാട് നമശിവായ ജപിക്കാനുള്ള അധികാരവും അവകാശമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പോയി പണി നോക്കുന്നത് മാത്രമേ പറയാനുള്ളവരോടൊക്കെ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഏത് പോലീസാണോ ഇവർക്ക് എതിരെ നിന്നത്, ഏത് ഭരണകൂടമാണോ എതിരെ നിന്നത്, അവർ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ജില്ലാ കളക്ടർമാരും RDOയും അടക്കം പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ വന്ന് ശവസംസ്കാരത്തിൻ്റെ കാര്യത്തിന് നിൽക്കുകയും പോലീസ് സെക്യൂരിറ്റി, ആ മഹാസമാധിക്ക് പോലീസ് സെക്യൂരിറ്റി കൊടുത്തു. മനസ്സിലാക്കണം, ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. ആ രീതിയിലേക്ക് ഇവർ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇവിടുത്തെ ട്രോൾ സിംഹങ്ങളും പുരോഗമനവാദികളും. കാരണം ഈ കിട്ടിയ അവസരത്തിൽ ഹിന്ദുക്കളെ മൊത്തം അലക്കിക്കളയാം എന്നുള്ള ധാരണയുടെ പുറത്ത് അലക്കിയ കുറേ ആളുകളുണ്ടായിരുന്നു. ഇവരൊക്കെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോയി എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്. എന്തായാലും ആൾദൈവങ്ങളെയൊക്കെ പൂജിക്കുന്നത് ഓരോരുത്തരും ഇഷ്ടമാണ്. ഇപ്പോഴത്തെ സത്യസായി ബാബയല്ല, പണ്ട് ഉണ്ടായിരുന്ന സത്യസായി ബാബയല്ല. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെനിക്ക് സത്യസായി ബാബ അദ്ദേഹത്തിന് അങ്ങനെ തന്നെയാണ്. അതെ, ഞാൻ അദ്ദേഹത്തെ വലിയ രീതിയിൽ, കാരണം എൻ്റെ അച്ഛൻ അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തെ ദൈവമായി കാണുന്ന ഒരാളാണ്. എനിക്ക് അദ്ദേഹം ഇരുന്ന സ്ഥലത്തൊക്കെ പോയി കാണണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളും കൂടിയാണ് ഞാൻ. ഓരോരുത്തർക്ക് അദ്ദേഹം കഴിഞ്ഞു വന്ന ആൾദൈവങ്ങളോടൊന്നും എനിക്ക് പുച്ഛമാണ്. എനിക്കൊരു എന്താ പറയുക, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷേ ദൈവമാണെന്ന് പറയുന്ന കാര്യങ്ങളോടൊക്കെ എനിക്ക് യോജിച്ച് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൽ ഇനി ജനങ്ങൾ എന്ത് തീരുമാനിച്ചാലും അതെൻ്റെ വിഷയം ഉള്ളതല്ല എന്നുള്ളതാണ്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. ഗോപൻ സ്വാമിയെ ദൈവമായി കണ്ട് ഗോപൻ സ്വാമിക്ക് ഒരുപാട് മാജിക്കുകൾ, അല്ലെങ്കിൽ മാജിക്കുകൾ ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് ഒരുപാട് ശക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടണം എന്ന് തന്നെയാണ്. അദ്ദേഹത്തെ വന്ന് കണ്ടാൽ ആരെങ്കിലും ഒരാൾക്കെങ്കിലും മനസ്സമാധാനം കിട്ടുമെങ്കിൽ, അവരുടെ പ്രശ്നങ്ങൾ തീരുമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ എന്താ പറയുക, സാമ്പത്തിക നേട്ടത്തിനാണെങ്കിലും ജനങ്ങളുടെ നന്മയ്ക്കാണെങ്കിലും ഗോപൻ സ്വാമി ഇപ്പോൾ വേറെ ലെവലാണ്, പറയാതിരിക്കാൻ കഴിയില്ല.